വൺസ് അപ്പോൺ എ ടൈം ഇറ്റ് വാസ് DQ and Nivin. അത്രയൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ കുറച്ച് മുന്നേ നടന്ന നെസ്ലിൻ്റെയും സന്ദീപിൻ്റെയും ഒക്കെ ഫാൻ ഫൈറ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അതായിരുന്നു. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ എല്ലാവരെയും നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇനി ഭാവിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ അതായത് ജെൻസി ഓർ 2K പീപ്പിൾസിൻ്റെ മനസ്സിൽ കയറിക്കൂടിയ അല്ലെങ്കിൽ കയറിക്കൂടാൻ ചാൻസ് ഉള്ള യങ്സ്റ്റേഴ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. സോ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ലിസ്റ്റിലെ ആദ്യത്തെ പേര് പറയാം. പേര് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടർ നെസ്ലിൻ തന്നെയാണ്. കാരണം ജെൻസി കാറ്റഗറിയിലുള്ള ഒരു ഹ്യൂജ് നമ്പർ ഓഫ് ഓഡിയൻസ് തന്നെ ഇപ്പോൾ തന്നെ നെസ്ലിനുണ്ട്. പ്രേമലയുടെ 100 കോടിക്ക് ശേഷം ആ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള ഒരു നടനും നെസ്ലിൻ തന്നെയാണ്. നെസ്ലിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നെസ്ലിൻ്റെ ജേണി നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. സമയമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നെസ്ലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പോൾ കുറച്ച് മുന്നേ വന്ന ഒരു ഭീകര ഹെയ്റ്റ് ക്യാമ്പയിൻ അല്ലേ നമുക്കൊക്കെ ആദ്യം മനസ്സിൽ വരിക. പക്ഷെ അതിൻ്റെ റീസൺ ലോജിക്കലി ചിന്തിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകാവുന്നതാണ്. Common sense. ഇതിൽ നിന്നും തുടങ്ങി ഇതൊരു വലിയ കാരണമാക്കി പിന്നെ സന്ദീപിന്റെ പടക്കളത്തിലെ പെർഫോമൻസ് കമ്പാരിസൺ നടത്തി അടിച്ചിടാൻ കിട്ടിയ ഒരു ചാൻസ് മാത്രമായിരുന്നു അത്. പക്ഷേ ഈ ഒരു പരിപാടി PR ആണെങ്കിലും അല്ലെങ്കിലും നെസ്ലിനും സന്ദീപിനും ഇതൊരു ഗുണം തന്നെയാണ് ഉണ്ടാക്കിയത്. പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ആദ്യം മലയാളികൾ എടുത്ത് തലയിൽ വെക്കും എന്നിട്ട് അടിച്ച് താഴെ ഇടുമെന്ന്. അതെന്തേലും ആവട്ടെ, എന്തായാലും നെസ്ലിനെ ഇഷ്ടപ്പെടാത്തവർ ഇപ്പോഴും ഉണ്ടാകും. ഒരു ഫേമസ് കോട്ട് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞ് നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. ഇഫ് യു ഡോണ്ട് ഹാവ് ഹേറ്റേഴ്സ് യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് റൈറ്റ്. സോ ഈ ടൈപ്പ് കാസ്റ്റർ ഫേസിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് ടിക്കറ്റാക്കിയും ടോർപിഡോയും അമൽനീരദിന്റെ പ്രൊജക്റ്റും നെസ്ലിന്റെ കരിയർ കൊണ്ടുപോകട്ടെ അല്ലേ. നെസ്ലിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും ഹൈ ഹോപ്സ് ഉള്ള ഒരു ആക്ടറാണ് സന്ദീപ്. അങ്ങേരുടെ പടക്കളത്തിലെ പെർഫോമൻസ്, പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടറിന്റെ ട്രാൻസിഷൻ വാസ് സോ കൺവിൻസിങ്. ആസ് ഓഫ് നൗ അദ്ദേഹത്തിന്റെ അപ്കമിങ് മൂവീസിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. പക്ഷേ എന്തായാലും സന്ദീപ് ചെയ്യാൻ പോകുന്ന അടുത്ത സിനിമക്ക് നല്ലൊരു നോട്ടം തന്നെ എല്ലാവരിൽ നിന്നും കിട്ടും. ആ കാര്യം പടക്കളത്തിന്റെ OTT റിലീസിന് ശേഷം ഉറപ്പായതാണല്ലോ. ഹീസ് എ ഹീറോ മെറ്റീരിയൽ. പ്രേമലുവിലെ അമൽ ഡേവിസിന് ഓർമ്മയില്ലേ? റൊമാൻസിൽ പലരും ഒരു വലിയ ആശ്വാസമായി എന്ന് പറഞ്ഞ ഹരിഹരസുധൻ ഇപ്പോൾ ഈ ഒരു ടീനേജ് ഓർ അണ്ടർ 25 മൾട്ടി സ്റ്റാർ മൂവീസിൽ സപ്പോർട്ടീവ് ക്യാരക്ടേഴ്സിൽ നായകനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ കഴിവുള്ളൊരു നടനായി എനിക്ക് പേഴ്സണലി തോന്നിയ ആളാണ് സംഗീത് പ്രദീപ്. ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യൂ. എനിവേ, ഇനി സംഗീതിന്റെ ഒരു ലീഡ് റോൾ മൂവി വരാൻ പോവുകയാണ്. സിനിമയുടെ പേര് മെഡിക്കൽ മിറാക്കിൾ എന്നാണ്. റിമെമ്പർ ദിസ് ഗാങ്? ബ്രോ ലോസ്റ്റ് ഹിസ് ആവേശം ആഫ്റ്റർ ആവേശം. ആർക്കറിയാം. ഹിപ്സ്റ്ററിന് ആക്ടിങ്ങിനേക്കാൾ കൂടുതൽ സിനിമയുടെ ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യാനാണ് ആഗ്രഹം എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് കേട്ടിരുന്നു. എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി. മേ ബി ഹീ ഈസ് വർക്കിംഗ് ഓൺ ദാറ്റ്. ഓർ ഒരു റൂമർ ഉണ്ടായിരുന്നു സൗബിനുമായിട്ടുള്ള ഒരു പ്രൊജക്ട് സ്റ്റാർട്ടായിരുന്നു, പക്ഷേ പ്രൊഡക്ഷൻ ഇഷ്യൂസ് കാരണം അത് നിന്നുപോയെന്ന്. ആൻഡ് ഹിപ്സ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രിപ്റ്റിൽ കേട്ടുകൊണ്ടിരിക്കുന്നുവെന്ന്. ഹിപ്സ്റ്റർ യൂട്യൂബിൽ നിന്നും ക്വിറ്റ് ചെയ്തതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എനിവേ, ബിബി ഓർ മിഥുൻ ദ ഷോ സ്റ്റീലർ ഓഫ് ആവേശം. അതിനുശേഷം നല്ലൊരു ബ്യൂട്ടിഫുൾ മൂവിയിൽ ഒരു പ്രധാന റോള് തന്നെയായിരുന്നു ടൂറിസ്റ്റ് ഫാമിലിയിലെ ആ റോള്. ഇമോഷണൽ സീൻസ് ഒക്കെ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിരുന്നതിൽ ടൂറിസ്റ്റ് ഫാമിലി കാണാത്തവർ തീർച്ചയായും ഒന്ന് കണ്ടുനോക്കൂ. ഇറ്റ്സ് എ മസ്റ്റ് വാച്ച്. ഹ്യൂമൻ വാല്യൂസിനെ കുറിച്ചൊക്കെ എടുത്തു പറയുന്ന ഒരു ഫീൽ ഗുഡ് മൂവിയാണ് അത്. മിഥുനും പിന്നെ നമ്മുടെ മാത്യു തോമസും ആക്ച്വലി ഇവർ രണ്ടുപേരും ഒരു ബ്രോക്കൺ ടീനേജ് ഗൈ ടൈപ്പ് ലീഡ് റോൾസ് ചെയ്യാൻ നല്ല ടാലൻ്റ് ഉള്ളവർ തന്നെയാണ്. ആൻഡ് യെസ്, മിഥുൻ ഈസ് അണ്ടർ റേറ്റഡ്. വാട്ട് യു ഗൈസ് തിങ്ക്? ഫോർ ശാന്തൻ പൈങ്കിളി കൂടെ കണ്ടതിന് ശേഷം ഐ ഫീൽ ലൈക്ക് ഹ്യൂമർ ചെയ്യാൻ നല്ല കഴിവുള്ള ഒരാളാണ്. ഫോർ എക്സാമ്പിൾ, സൂചേട്ടാ, ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ എന്തായാലും സൂചേട്ടനെ കെട്ടിയാനെ. എടാ, നീ അതിൽ പെണ്ണല്ലല്ല. ആണാണെങ്കിലും എനിക്ക് സമ്മതോ. നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചുമ്മാ പറഞ്ഞാ സൂചേട്ടാ. എന്റെ പാച്ച വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാനായിട്ട് ഒന്ന് പോയടാ. ആവേശത്തിൽ നിന്നും ഒരാളെ കൂടെ ഞാൻ എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് പരിചയമുണ്ടെന്ന് അറിയില്ല. ഹരീഷ് ശിവറാം. ഡിസ്ക്ലെയിമർ, സീരിയസ്ലി ഐ ഡോണ്ട് ഹാവ് എനി പേഴ്സണൽ കണക്ഷൻസ് വിത്ത് ഹിം. ഹി ഡോണ്ട് നോ മീ, ഐ ഡോണ്ട് നോ ഹിം. പക്ഷേ ഇയാളുടെ കണ്ടന്റ്സ് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. ആൻഡ് ഇൻ ആവേശം 2 ഹി ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ആക്ച്വലി ആവേശത്തിന്റെ ഹ്യൂമർ സൈഡ് തുടങ്ങിയത് ഇങ്ങനെ അടുത്തുനിന്നായിരുന്നു. അല്ല, നീ ഏത് പാട്ടാ പാടിയേ? അടിച്ചാ താങ്ക മാട്ടേ 4 മാസം തൂങ്ങ മാട്ടേ.
സാഹസം എന്നൊരു മൂവി വരുന്നുണ്ട്, വിച്ച് ഹി ഹാവ് എ ഗുഡ് റോൾ ഐ തിങ്ക്. സോ ടേക്ക് എ ലുക്ക് ഓൺ ദിസ് ഗായ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ മോളിവുഡിൻ്റെ ഫ്യൂച്ചറിൽ ഹരീഷ് ശിവറാമിന് ഉണ്ടാകുമെന്ന്. തോമസ് മാത്യു 2016 ആനന്ദത്തിന് ശേഷം ഇപ്പോൾ ഹിപ്സ്റ്ററിനെ ആളുകൾ തിരയുന്നതിൻ്റെ ഡബിൾ ടൈം ആളുകൾ അന്വേഷിച്ച ആ ഒരു പയ്യൻ പേഴ്സണൽ കാര്യങ്ങൾ കാരണം ഒരു ബ്രേക്ക് എടുത്ത് ഒരു കോൺട്രവേഴ്സി മൂവിയിലൂടെ നല്ലൊരു തിരിച്ചുവരവ് തന്നു. എന്നിട്ടോ ലാലേട്ടൻ്റെ തുടർന്ന സിനിമയിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു ആ കഥയുടെ ബാക്ക് ബോൺ ആയ പവി എന്ന ക്യാരക്ടറിന് തോമസ് മാത്യു പോർട്രേ ചെയ്തത്. അപ്കമിങ് മൂവീസ് ഏതാണെന്നൊന്നും അറിയില്ല, പക്ഷേ നല്ലൊരു ആക്ടറാണ് ഇയാൾ. ഭാവിയിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ. നിങ്ങൾക്ക് ഈ പറഞ്ഞവരിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ്? വാഴയിൽ മെയിൻ റോളുകളിൽ ഏറ്റവും കുറവ് സ്ക്രീൻ സ്പേസ് കിട്ടിയ ഒരാളുണ്ട്. പഠിപ്പിസ്റ്റായി വന്ന് മാസ് കാണിച്ച സാഫ് ബോയ്. നല്ലൊരു ഹീറോ മെറ്റീരിയൽ ആവാനുള്ള ആ ഒരു ഇതില്ലേ, അത് സാഫിനുള്ളതായിട്ട് എനിക്ക് ഈ സീൻ കണ്ടപ്പോൾ പ്രത്യേകിച്ച് തോന്നി. ഹായ്. മമ്മൂട്ടി, മോഹൻലാൽ, DQ, നിവിൻ എന്ന ഫാൻ ഫൈറ്റിൽ നിന്നൊക്കെ എന്ത് പെട്ടെന്നല്ലേ നെസ്ലൻ, സന്ദീപ് എന്ന കാലഘട്ടത്തിലേക്ക് എത്തിയത്. ആൻഡ് അവർ അതിനർഹരാണ്. സോ ഇനി ഫ്യൂച്ചറിലും ഈ ലിസ്റ്റിലുള്ള മറ്റുള്ളവർക്കും അർഹിച്ച അംഗീകാരം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഈ പാർട്ട് 1 വീഡിയോയിൽ മെൻഷൻ ചെയ്തവർ ഇവരൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നവരുടെ പേരുകളും കൂടെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ലൈക്ക്. അപ്പോൾ ബൈ.